ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും സുഖമാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഒരു 1 വീക്കിൻ്റെ മുകളിലായി വീഡിയോ ഇട്ടിട്ട് ഒന്നുമല്ല, ഞാൻ ഭയങ്കര തിരക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ അങ്ങനെ പോവാറുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടയേർഡാണ്. ഇവിടെ വെയിലുണ്ട്, പക്ഷെ നല്ല തണുവാണ്. പക്ഷെ എന്നാലും നല്ല എന്താ പറയുക, വെയിൽ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിച്ച് പോകുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടാറില്ല. പിന്നെ ഇവിടെ ഇപ്പം അറിയാമല്ലോ, ഇപ്പം ഇവിടെ അങ്ങനെ എപ്പോഴും സൺലൈറ്റാണ്. രാത്രി ഒരു 10 മണി വരെയും സൺലൈറ്റാണ്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്കെഡ്യൂളൊന്നല്ല. മേ ബി ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്ത. ഐ എം സോ സോറി. അപ്പം ഇപ്പോൾ ഓൾറെഡി കുറേ പേരൊക്കെ വിസ കിട്ടി. അതുപോലെ തന്നെ കുറേ പേരൊക്കെ വിസ RP കാർഡിന് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ്. ചിലരൊക്കെ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം എല്ലാവർക്കും കിട്ടിയവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കേട്ടതിൽ. അപ്പം എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എനിക്ക് 1-2 പേരൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിസ ഗ്രാൻഡഡ് ആയി, ഹാപ്പി ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എങ്ങനെയാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത്, നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പം ഇവിടെ വന്നിട്ട് നമ്മളിപ്പം ഇവിടെ കുറച്ച് പേർക്ക്, കുറേ പേർക്കൊന്നുമില്ല, കുറച്ച് പേർക്ക് അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി, DM ചെയ്താൽ മതി, ഓറൽസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി കേട്ടോ. അപ്പം അത് നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് പിക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഗോതൻബർഗ് ലാൻഡ്വട്ടർ എയർപോർട്ടിൽ വരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഗോതൻബർഗ് സെൻട്രത്തിൽ വന്നിട്ട് എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷനും എവിടുന്നെങ്കിലും നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ അത് അറേഞ്ച് ചെയ്ത് തരും. അപ്പം എന്തെങ്കിലും ഹെൽപ്സ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ എപ്പോഴത്തേക്ക് ബുക്ക് ചെയ്യണം, എങ്ങനെ ബുക്ക് ചെയ്യണം, എന്തത്തേക്ക് ബുക്ക് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുമല്ല ഇന്നത്തെ വീഡിയോ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ മോസ്റ്റ് ഓഫ് എല്ലാവരും ഇങ്ങനെ പയ്യെ ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ടും, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ തന്നെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇവിടെ ഇത്രയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ അത്രയും പറഞ്ഞു തരാനായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇത്രയും ചീപ്പായിട്ട് കിട്ടും. അപ്പം നിങ്ങളെ നാട്ടിൽ നിന്ന് വെയിറ്റും പിടിച്ച് അതുപോലെ തന്നെ നിങ്ങൾ അതിനുള്ള പേയ്മെൻറ്റും ചെയ്ത് ഇത് മേടിക്കാനുള്ള കാശൊക്കെ ചിലവാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾ മസ്റ്റായിട്ട് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, മലയാളീസ് ആണല്ലോ. അപ്പം നമ്മൾ പ്രഷർ കുക്കർ കൊണ്ടുവരാൻ നോക്കുക. ബിക്കോസ് ഇവിടെ ഇവരുടെ സിസ്റ്റം അനുസരിച്ചിട്ട് പ്രഷർ കുക്കർ ഇവിടെ ഇല്ല. പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പം ഇന്ത്യൻ സ്റ്റോറിൽ, ഇവിടെ ഇന്ത്യൻ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്, അവിടെ കിട്ടും. പക്ഷേ അവിടെ കിട്ടുന്ന പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഭയങ്കര റേറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ലോക്കൽ പ്രഷർ കുക്കേഴ്സൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഭയങ്കര വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രഷർ കുക്കർ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുക. അത് നിങ്ങൾ ഇവിടെ മോസ്റ്റ് ഓഫ് ദി മീൻസ് അപ്പാർട്ട്മെൻറ്റ്സിലും ഇൻഡക്ഷൻ ആണ്. അപ്പം അങ്ങനെ വരുമ്പം ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ചില വീടുകളിൽ അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ചില ഏരിയയിലെ അപ്പാർട്ട്മെൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ തന്നെയും നമുക്ക് ഇൻഡക്ഷൻ ആണ്. അപ്പം അറിയാമല്ലോ, അതിനകത്ത് അലൂമിനിയം ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം അത് സ്റ്റീലും അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങളും മാത്രമാണ് അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനത്തത് നോക്കിയിട്ട് പ്രഷർ കുക്കർ മേടിച്ചുകൊണ്ട് വരിക. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രഷർ കുക്കർ മേടിച്ചുകൊണ്ട് വരിക. നമ്മളിവിടെ 2-3 വർഷം നിൽക്കാനാണ്. അപ്പം ഇവിടെ പെട്ടെന്ന് അതിൻ്റെ ഒരു എന്താ പറയുക, എന്തെങ്കിലും പോയി അതൊക്കെ ഇവിടെ അത് മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര ചിലവാണ്. അപ്പോൾ അതെങ്ങനെ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രഷർ കുക്കർ വാങ്ങിക്കാനായിട്ട് നോക്കുക മസ്റ്റായിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിക്സർ ഗ്രൈൻഡറാണ്, മിക്സിയാണ്. അപ്പം അത് കൊണ്ടുവരാം. കാരണം ഇവിടെ ഇവർക്ക് മിക്സി ഇല്ല.
ഇവർക്കുള്ളത് ബ്ലെൻഡറാണ്. അത് നമ്മളുടെ നാട്ടിലത്തെ അരി അരയ്ക്കാനോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല നീ നാളികേരം അരയ്ക്കാനൊന്നും പറ്റുന്നുള്ളത്. ബട്ട് അത് ജസ്റ്റ് ഇവർ ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ടും അതുപോലെ ഫ്രൂട്ട്സ് ബ്ലെൻഡ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർ പാൻ കേക്ക് ഉണ്ടാക്കില്ല. അതൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു നല്ല മിക്സി മേടിച്ചുകൊണ്ട് വരിക. നല്ലതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇവിടെ അത് അവൈലബിൾ അല്ല. ഇവിടെ അത് കിട്ടണമെങ്കിൽ തന്നെയും പിന്നെ നിങ്ങൾ ഓൾറെഡി ഇവിടുന്ന് പോകുന്നവരൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ്സിൽ വിൽക്കും. പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ എപ്പോൾ കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു നല്ല മിക്സ് നോക്കി മേടിച്ചുകൊണ്ട് വരിക. ഞാനിവിടെ വന്നപ്പോൾ മേടിച്ച മിക്സി എന്ന് പറയുന്നത് പ്രസ്റ്റീജിൻ്റെയാണ്. ഞാൻ പറയാലോ, പ്രസ്റ്റീജ് കമ്പനീനെ ഞാൻ കുറ്റം പറയല്ല. ഞാൻ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം കുറച്ച് വർഷം യൂസ് ചെയ്യാൻ നല്ലത് വേണമെന്ന്. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 2 തവണ യൂസ് ചെയ്തപ്പോഴേക്കും താഴത്തെ ഒരു സംഭവം പൊട്ടിപ്പോയി. അപ്പം ഇതവിടെ ഭയങ്കര പാടാണ്. ഇപ്പം അതിൻ്റെ ഒരു 2 ജാറ് കേടുവന്നു. അപ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്കത് മാനേജ് ചെയ്യാനും ശരിയാക്കാനൊക്കെ. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഏതാണെന്ന് വെച്ചാലും അതിന് വേണ്ടിയിട്ടുള്ള കവറ് അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഉണ്ടാവില്ലേ, അതൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ട് വരിക. നിങ്ങളത് കുറച്ച് അതിൻ്റെ ടെക്നിക്കൊക്കെ പഠിച്ചിട്ട് വന്നോളൂ. കാരണം ഇവിടെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നല്ല പൈസയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ചെയ്തിട്ടുള്ള സാധനം ഇവിടെ അത്രയും കിട്ടും, പക്ഷെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എക്സ്ട്രാ കരുതിയിട്ട് വരാം. പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് മസ്റ്റായിട്ടും കൊണ്ടുവരേണ്ടതാണ് നമ്മളെ നാട്ടിലത്തെ പിന്നല്ല. ഇവിടുത്തെ പിന്ന് പറയുന്നത് സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആ 3 പിൻ പ്ലഗ് നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുവരാം കേട്ടോ. അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് മറക്കരുത്, കാരണം ഇത് 2 3 നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ. കാരണം നമുക്കിത് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടി വരും, അതുപോലെ തന്നെ കിച്ചണിൽ വേണ്ടി വരും. അങ്ങനെ നമുക്ക് വേറെവർ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് ഈ ഇലക്ട്രിക് ഡിവൈസസ് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നു അവിടെയൊക്കെ നമുക്കിത് വേണം. നമ്മളുടെ നാട്ടിലത്തെ ആ ഒരു സംഭവം ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പിന്ന് പറഞ്ഞിട്ട് ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് മേടിച്ചിട്ട് വരിക. 3 4 എണ്ണം മേടിച്ചിട്ട് വരിക കേട്ടോ. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ചിട്ട് വരാം. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചിട്ട് വരേണ്ടത്, നിങ്ങളിപ്പം പാത്രങ്ങളൊക്കെ ഒത്തിരി ഇപ്പം ഫ്രൈം പാൻ, സോസ് പാൻ, കുറേ പാത്രങ്ങൾ, കുറേ ഗ്ലാസ്സൊക്കെ മേടിച്ച് വരികയാണെങ്കിൽ അബ്സല്യൂട്ട്ലി നിങ്ങൾ മേടിച്ച് വരണ്ട. അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആവണമല്ലോ, ഒരു 1 വീക്ക്. അതുവരെ യൂസ് ചെയ്യാനുള്ള 1 2 സാധനങ്ങൾ മാത്രം കൊണ്ടുവരിക. കാരണം ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ ഉണ്ട്, ആസ് വെൽ ആസ് നമ്മുടെ ലിഡിലൊക്കെ പോലുള്ള കടകളിൽ. അതല്ലാണ്ട് തന്നെ ഒത്തിരി ഷോപ്സ് ഉണ്ട് ഇങ്ങനത്തെ എല്ലാ. ഫോർ എക്സാമ്പിൾ ഡോളർ സ്റ്റോർ, ഈദൽസ് എന്നൊക്കെ പറഞ്ഞ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വളരെ റീസണബിൾ പ്രൈസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നൈഫ്, അതുപോലെ തന്നെ സ്പാച്ചുല, വിസ്ക്, എവറിത്തിങ് നിങ്ങൾ എന്തൊക്കെയാണോ കിച്ചണിൽ വേണ്ട എല്ലാം കിട്ടും. നമുക്ക് ബ്ലെൻഡർ, അതുപോലെ തന്നെ വേറെ പീലർ, ഗ്രേറ്റർ എല്ലാം കിട്ടും. അപ്പം നിങ്ങൾ കട്ടിംഗ് ബോർഡ് എല്ലാം കിട്ടും. അപ്പം നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. 1 2 പാത്രം കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന അതേ പ്രൈസിന് അല്ലെങ്കിൽ അതിലും കുറച്ച് വിലയ്ക്ക് നമുക്ക് പുതിയ സാധനങ്ങൾ തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ അതിനൊരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട വാങ്ങിക്കേണ്ട പൈസയും ഈ വെയിറ്റിൻ്റെ പൈസയും അതിന് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാമല്ലോ. അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ പാത്രങ്ങളൊന്നും വലിച്ചു വാരി കൊണ്ടുവരാൻ നിൽക്കണ്ട. ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ വന്ന സമയത്ത് വലിയ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ല, ഇതെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ അത്യാവശ്യം 1 2 മാത്രം കൊണ്ടുവരാം കേട്ടോ. ഇത് എൻ്റെ സജഷനാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് അക്കോർഡിംഗിൽ ഡിസൈഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നാട്ടിലത്തെ അതേ പ്രൈസിന് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഇച്ചിരി വിലയുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും പൊട്ട സാധനം ആയിരിക്കില്ല, നല്ല സാധനം തന്നെ ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് വൺ, നിങ്ങൾ ഒത്തിരി ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നവരാണ്, കുറേ ജീൻസൊക്കെ കൊണ്ടുവരണ്ട. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രെൻഡ്സിലൊക്കെ പോയിട്ട് ജീൻസ് എടുക്കുമ്പോൾ 1500 ഒക്കെ വരില്ലേ. ഇവിടെ നമുക്ക് ബ്രാൻഡഡ് ജീൻസ് യൂസ്ഡ് അല്ലാട്ടോ, ഫ്രഷ് ആയിട്ടുള്ള സാധനം, പുതിയ സാധനം, ന്യൂ വൺ നമുക്ക്
157 എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, ഈദൽസ്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഷോപ്പുണ്ട്, H&M, അതുപോലെ തന്നെ സ്റ്റേഡിയം. ഇവിടെയൊക്കെ നമുക്ക് 100 ക്രോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ജീൻസും കാര്യങ്ങളൊക്കെ കിട്ടും. 100 ക്രോൺസ് വരുമ്പോൾ നാട്ടിലത്തെ ഒരു 850 ഒരു 900 റുപ്പീസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. പിന്നെ ടോപ്സ്, ഇപ്പം നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ടോപ്പ്, ഇപ്പം ഇങ്ങനത്തെ ടോപ്സൊക്കെ നമുക്ക് 100 ക്രോണൊക്കെ കിട്ടും. 100 ക്രോൺ എന്ന് പറഞ്ഞാൽ അറിയാം 850 അല്ലെങ്കിൽ 900 റുപ്പീസ്. അതുപോലെ ടോപ്പൊക്കെ 30 ക്രോണ, 50 ക്രോൺസ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന അത്ര പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ട്രെൻഡ്സിലൊക്കെ ഒരു ടോപ്പ് നോക്കിയാൽ 700 600 ഒക്കെ അല്ലേ വരുന്നത്. ഇവിടെ അത്ര പോലും വരില്ല. അപ്പം നിങ്ങൾ ഒത്തിരി ഒരുപാട് ഡ്രസ്സൊന്നും വലിച്ചു വരട്ട് കൊണ്ടുവരേണ്ട. അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അതിപ്പം നിങ്ങൾ പുറത്തെ വേറെ സാധനങ്ങളാണെങ്കിലും അതല്ല, നിങ്ങൾ ഇൻവയേഴ്സ് ആണെങ്കിലും ഇവിടെ അതെല്ലാം തന്നെ റീസണബിൾ പ്രൈസിൽ കിട്ടും. പക്ഷേ നിങ്ങളൊരു ഒറ്റ ഷോപ്പിൽ മാത്രം പോയിട്ട് ഇവിടെ വില കൂടുതലെന്ന് പറയരുത്, നമ്മൾ കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കണം. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഷോപ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വെച്ചിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇപ്പോൾ ഇവിടെ അറിയാം ഇന്ത്യൻ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇന്ത്യൻ സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശി സ്റ്റോഴ്സിൽ നമ്മുടെ ഗ്രോസറി പാകിസ്ഥാനൊക്കെ നമ്മൾ ഏകദേശം സെയിം ആണ്. സോ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ അതൊരു മിനിമൽ റേഞ്ചിലൊക്കെ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റിന് അത്രത്തോളം എടുത്തോളൂ, അതല്ല പറയുന്നത്. അതല്ലാണ്ട് നിങ്ങൾ അതിന് എക്സ്ട്രാ പേ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ദർ ഇസ് നോ പോയിന്റ്, ബിക്കോസ് അതൊക്കെ നമുക്കിവിടെ നമുക്ക് കിട്ടും. ഞങ്ങളിപ്പം ഇവിടെ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പാക്കറ്റായിട്ടല്ല, ഇപ്പം ഈ ദാല്, മസൂർ ദാല്, ചന, എവറിത്തിങ്, നമുക്കിപ്പം ഗ്രീൻ ബീൻസ് എല്ലാം തന്നെ നമുക്ക് ലൂസായിട്ട് നമ്മൾ പണ്ടത്തെ ഷോപ്പിൽ പോയി മേടിക്കില്ല, അല്ലെങ്കിൽ നമ്മളിപ്പം ബിസ്മിലോ നെസ്റ്റോലൊക്കെ പോയി മേടിക്കില്ല, അതുപോലെ വരെ മേടിക്കാൻ പറ്റും നമുക്ക്. അപ്പം അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ, അല്ലാണ്ട് നിങ്ങൾ അതിനായിട്ട് എക്സ്ട്രാ പേ ചെയ്തിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു 1 വീക്ക് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകും, അതിപ്പോൾ അത്രയൊന്നും വേണ്ടി വരില്ലല്ലോ. പിന്നെ ഇവിടെ വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ റെഡ് ചില്ലിയില്ലേ, ഉണക്കമുളകില്ലേ, അത് കുറച്ചധികം കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്കിൾസ്, അതുപോലെ തന്നെ ഉണക്കമീൻ, ഇതൊക്കെ കൊണ്ടുവരാം. അതൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാം, അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവരാം. ബിക്കോസ് അതൊക്കെ ഇവിടെ കിട്ടാൻ നല്ല പാടാണ്. പിക്കിൾ കിട്ടും, പക്ഷെ നമ്മുടെ നാട്ടിലെ കേരള പിക്കിൾ എന്നൊരു സാധനം കിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിക്കുന്ന പിക്കിൾ അത്ര രസമില്ല. കേരള പിക്കിൾ കിട്ടും, പക്ഷേ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ നല്ലതല്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവരണമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അതിലൊരു ക്ലോസ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പം അൺഫേർണിഷ്ഡ് വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മിനിമൽ സൈസുള്ള ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് എടുക്കുക. അതുപോലെ തന്നെ പില്ലോ നമുക്കിപ്പം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, പറ്റുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എയർ ബെഡ് വാങ്ങിച്ചിട്ട് വരാം. അപ്പം എയർ ബെഡ് മേടിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ബെഡ് മേടിക്കുന്നത് വരെ 1-2 ദിവസം നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ ഫേർണിഷ്ഡ് വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു ബെഡ്ഷീറ്റും കട്ടിയുള്ള ബെഡ്ഷീറ്റ് മാത്രം കൊണ്ടുവരാം, ഒരു കട്ടിയില്ലാത്ത ബെഡ്ഷീറ്റും കൊണ്ടുവരാം. എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള ബെഡ്ഷീറ്റ് നമുക്ക് കൊണ്ടുവന്നാൽ ബ്ലാങ്കറ്റ് അല്ല, എന്നാലും നമുക്ക് വീടിനകത്ത് അറിയാലോ എത്ര തണവാണ് വെളിയിലെങ്കിലും വീടിനകത്ത് നമുക്ക് ഒരു നോർമൽ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു പുതപ്പ് വെച്ച് പുതച്ചിട്ട് വേണമെങ്കിലും കിടക്കാം, ഒരു സാധാരണ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വിരിച്ചിട്ട് കിടക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സാധനങ്ങൾ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവേഴ്സ് എല്ലാം ഇവിടെ കിട്ടും, അതും ഭയങ്കര റീസണബിൾ പ്രൈസിലും. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പില്ലോ കവറൊക്കെ മേടിക്കണമെങ്കിൽ എത്ര രൂപയും, ഒരു 100 ഒക്കെ ആവില്ലേ. ഇവിടെ 10 ക്രോണയ്ക്ക്, 10 ക്രോണ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 85-90 രൂപ. ആ ഒരു ഇതിൽ നല്ല പ്യുവർ കോട്ടൻ്റെ പില്ലോ കവേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം എല്ലാം തന്നെ ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ ചില സാധനങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഭയങ്കര പ്രൈസ്, പിന്നെ എല്ലാ അതിലും പ്രൈസ് കൂടുതലുള്ളതുമുണ്ട് കുറവുള്ളതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് കാരണമൊക്കെ അത്യാവശ്യം ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണ മാത്രം കൊണ്ടുവരാം. പിന്നുള്ള ഡൗട്ടാണ് നിങ്ങൾ ടോയ്ലറ്ററീസ്, ഡിറ്റർജൻസ്, ഡിഷ് വാഷേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ലിക്വിഡ് സോപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതും ഞാൻ പറയാലോ, നമുക്കിവിടെ ഷവർ നാട്ടിൽ നിന്ന് നിങ്ങളിപ്പം എന്താ പറയുക ഷവർ ക്രീം, ഷവർ ജെല്ലൊന്നും കൊണ്ടുവരേണ്ടതൊക്കെ ഇവിടെ കിട്ടും. നിങ്ങളൊരു സ്പെസിഫൈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുവന്നോളൂ. അല്ലാതെ സാധനങ്ങൾക്ക് ഇവിടെ കിട്ടും. അത്യാവശ്യം ഈ പറയുന്ന പോലെ കുറച്ച് ദിവസം മാനേജ് ചെയ്യാനുള്ള മാത്രം
കൊണ്ടുവരാം. ലിക്വിഡ് ഡിഷ് വാഷ് അതുപോലെ തന്നെ ഡിറ്റർജൻ്റ് ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്നും പിടിച്ചിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. നാട്ടിലത്തെ ഏകദേശം പൈസ ഒക്കെ തന്നെ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഫുൾ കമ്പയർ ചെയ്യാൻ നിന്നാൽ നമ്മളിവിടെ കുറേ കാലം നിൽക്കണ്ടില്ല, അങ്ങനെ നടക്കില്ല. അപ്പം അത് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊണ്ടുവരണം, അത്യാവശ്യം ഒരുപാട് വെയിറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ 1-2 കയ്യിൽ വെക്കാം. പിന്നെ വരുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു മൊബൈൽ ഫോണ് കയ്യിൽ പിടിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൊബൈൽ ഫോൺ കേടുവന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ പോയാലൊക്കെ ഒരു പുതിയ ഫോൺ വാങ്ങിക്കുന്ന അതാണ് നല്ലത് നമുക്ക് തോന്നിപ്പോവും. അപ്പം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ഫോൺ എന്തെങ്കിലും കയ്യിൽ എക്സ്ട്രാ കൊണ്ടുവരാം. ഇൻ കേസ് എന്തെങ്കിലും അൺസർട്ടൻറ്റി ഒന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നവർ മാത്രം കൊണ്ടുവരാം. ഓക്കെ. പിന്നെ വരുന്നത് ലാപ്ടോപ്സും നല്ല ക്വാളിറ്റി കൊണ്ടുവരുന്നവരായിരിക്കും. അതൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഓയിൽസ് നിങ്ങൾ കൊണ്ടുവരുമ്പം സൺഫ്ലവർ ഓയിലും മറ്റു ഓയിലൊന്നും നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ അതൊക്കെ ഇവിടെ കിട്ടും. കോക്കനട്ട് ഓയിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. സോ നിങ്ങൾ കോക്കനട്ട് ഓയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവന്നോളൂ. അതിവിടെ കിട്ടില്ല എന്നല്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ അതും ഇച്ചിരി കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, ചെപ്പൽസ്, സാൻഡൽസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അറിയാലോ. നിങ്ങളിവിടെ വരുമ്പം അത്യാവശ്യം നല്ലൊരു ഷൂട്ടായിരിക്കും വരിക, ഷൂവും സോക്സും ഒക്കെ ആയിരിക്കും വരിക. അത് നിങ്ങൾക്ക് വിൻ്ററിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഗ്രിപ്പുള്ള അത്യാവശ്യം കട്ടിയുള്ള ഷൂ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ എക്സ്ട്രാ എടുക്കേണ്ടത് ഒരു സ്ലിപ്പറാണ്. നിങ്ങൾക്ക് വീടിനകത്തൊക്കെ ഇട്ട് നടക്കാനായിട്ടുള്ള സ്ലിപ്പറാണ്. കാരണം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാനും ഷൂ മസ്റ്റാണ്. പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ പരിചയിക്കാൻ ഇവിടെ ഷോപ്പുകളിലൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ ഞാനൊരു 2-3 ചെരുപ്പൊക്കെ എടുത്തത്, എനിക്ക് എന്തിനാന്ന് തന്നെ അറിയില്ല കേട്ടോ, എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ റീസണബിൾ പ്രൈസിൽ കിട്ടും. നമ്മൾ എന്തിനാ ഇവിടെ നിന്ന് വെറുതെ ഏറ്റിക്കൊണ്ടുവരുന്നത്. അപ്പം അത് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് മേടിച്ച് വരാം. ഒത്തിരി സാധനങ്ങളൊന്നും മേടിക്കേണ്ട. മാക്സിമം നമ്മൾ ഇവിടുന്ന് കിട്ടാവുന്ന സാധനങ്ങൾ ഒക്കെ ഇവിടെ തന്നെ അക്വയർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒക്കെ വെയിറ്റ് നമുക്ക് അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സാധനം കൊണ്ടുവരാൻ പറ്റും. മാക്സിമം ഞാൻ പറയുന്നത് ഈറ്റബിൾസ് കൊണ്ടുവന്നുള്ളതാണ്, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. നാട്ടിലുള്ള ടേസ്റ്റ് ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നോളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതിനെ പറ്റിയിട്ട് പറയിടാവണ്ട. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് കോസ്മെറ്റിക്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഇവിടെ അത്യാവശ്യം നല്ല സ്കിന്നൊക്കെ നല്ലപോലെ ഡ്രൈ ആവും. ഇപ്പം മോയ്സ്ചറൈസർ, ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നല്ല മോയ്സ്ചറൈസർ അതൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് എടുത്തോളൂ. പിന്നെ ലോഷൻസ് ആ കാര്യങ്ങളൊക്കെ എടുത്തോളൂ. പക്ഷേ ഇതിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടും അല്ലാത്ത ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നല്ല സാധനങ്ങൾ തന്നെയാണ് എല്ലാം. അല്ലെങ്കിൽ നമുക്കിവിടെ അപ്പോട്ടക്കറ്റ് ഉണ്ട്, ഇവിടുത്തെ ഫാർമസിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവരോട് നമ്മളെ സ്കിൻ ടൈപ്പ് നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. അവർ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ നമുക്ക് പറഞ്ഞുതരും. അത് മേടിച്ചാൽ മതി. അത്ര വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല. നാട്ടിൽ നമ്മൾ അത്യാവശ്യം ഒരു മിനിമലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിഡർമിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ മേടിക്കില്ലേ, ആ പൈസയൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. അല്ലാതെ ഒത്തിരി പൈസ ഒന്നും വരില്ല. സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വെയിറ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവരാം. കാരണം അത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് മേടിക്കണ്ടല്ലോ. ഓക്കെ. അതല്ലാണ്ട് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നത് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ് ടു യു. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ. ഇനി എനിക്ക് വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ മിക്ക വീടുകളിലും ഇപ്പം നിങ്ങൾ ഫേർണിഷ്ഡ് ആണെങ്കിൽ ഓക്കെ, അൺഫേർണിഷ്ഡ് ആണെങ്കിൽ കേർട്ടൺ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഒരു കേർട്ടൺ കൊണ്ടുവന്നോളൂ. കേർട്ടൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അത്യാവശ്യം വലിയൊരു കേർട്ടൺ കൊണ്ടുവന്നോളൂ. കാരണം അത് ചിലപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമുക്ക് കേർട്ടൺ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിവിടെ കിട്ടും. എന്നാലും നമ്മൾ വന്ന ദിവസം ഒരു പ്രൈവസി, ഇവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ കാണാതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരു കേർട്ടൺ കൊണ്ടുവന്നോളൂ. എനിക്കത് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. വേറെ ഇപ്പം എന്താണ്, വേറെ നമ്മൾ നാട്ടിൽ കിട്ടുന്നവിടെ കിട്ടും. വേറെ ടെൻഷൻ അടിക്കണ്ട. കുക്കർ, മിക്സി മസ്റ്റായിട്ടും കൊണ്ടുവരിക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് മാനേജബിൾ ആണ്. കാരണം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ സെക്കൻഡ് ഹാൻഡ് സ്റ്റോഴ്സ് ഉണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുമ്പോൾ അവർ സാധനങ്ങൾ കിട്ടും. മലയാളീസ് ഉണ്ടാവും, ഇന്ത്യൻസ് ഉണ്ടാവും, അതെ മറ്റു രാജ്യക്കാരുണ്ടായിരിക്കും. അവരുടെ നിന്നൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് റീസണബിൾ പ്രൈസ് നമുക്ക് സാധനങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുള്ള
പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ലാപ്പിൻ്റെ ചാർജേഴ്സും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് മറക്കാതെ തന്നെ എടുത്ത് വയ്ക്കുക, കൊണ്ടുവരിക. എക്സ്ട്രാ അവരുടെ ചാർജറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. കേബിളോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ മസ്റ്റ് ഞാൻ മറന്നുപോയി പറയാനായിട്ട്, ഇവിടെ വൈഫൈ ഉണ്ടായിരിക്കും. പക്ഷേ വൈഫൈയുടെ മോഡം എനിക്കറിയില്ല, മോഡം ഉണ്ടായിരിക്കും. വൈഫൈ റൂട്ടർ ഇല്ല, വൈഫൈ റൂട്ടർ അത് കൊണ്ടുവന്നോളൂ കേട്ടോ. കാരണം ചില സ്ഥലങ്ങളിൽ അത് ഉണ്ടാവില്ല. അത് നമ്മളോട് മേടിച്ചിട്ട് അവർ വെക്കാനാ പറയുക, കണക്ട് ചെയ്യാനാണ് പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു വൈഫൈ റൂട്ടർ കൊണ്ടുവന്നോളൂ. ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടുന്ന് അത് അത്യാവശ്യം പൈസയുണ്ട്. എന്നാലും ചിലപ്പം മാർക്കറ്റ് പ്ലേസിലൊക്കെ വില കുറവിൽ കാണാറുണ്ട് ഞാൻ. പക്ഷെ നമുക്ക് വന്ന സമയത്തൊക്കെ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു വൈഫൈ റൂട്ടർ എന്തായാലും കൊണ്ടുവന്നോളൂ. വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നെറ്റ് ഇനി വേറെ എവിടെയും പോയിട്ട് തപ്പണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൈഫൈ റൂട്ടർ കൊണ്ടുവന്നോളൂ. എനിക്കങ്ങനെ തോന്നുന്നു, കൊണ്ടുവരാമെന്ന് തോന്നുന്നു. അപ്പോൾ അത് മസ്റ്റായിട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തുന്നത് മാക്സിമം സാറ്റർഡേ സൺഡേ അല്ലാത്ത ദിവസം നോക്കുക. സാറ്റർഡേ സൺഡേ ഇവിടെ മിക്ക ഷോപ്സൊക്കെ ക്ലോസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആയിട്ടൊന്ന് പോയിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ്സ് അതൊക്കെ ഉണ്ട്. അല്ലാത്ത ഷോപ്സ് ഉണ്ടാവില്ലേ, ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്സ്, അതൊന്നും അവൈലബിൾ അല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാക്സിമം നോക്കിയിട്ട് വരാൻ നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. എന്നെ കഴിഞ്ഞ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.